തികച്ചും ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവത്തോടെയാണ് 2026 തുടക്കം. ലോകത്തിലെ യുദ്ധങ്ങൾ നിർത്തിക്കുന്നത് താനാണെന്ന് വീമ്പടിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലയ്ക്ക് നേരെ സൈനികാക്രമണം നടത്തുകയും പ്രസിഡന്റ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും കിടക്കമുറിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ്. സൈനിക ബലത്തിന്റെ കരുത്തിൽ മറ്റൊരു സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരം ലംഘിച്ച ഈ പ്രവൃത്തി പുതുവർഷം പിറന്ന 3-ാം ദിനത്തിൽ ലോക ജനതയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വെനസ്വേല വൻതോതിൽ അമേരിക്കയിലേക്ക് ലഹരിക്കടത്ത് നടത്തുന്നതിന്റെ ഉത്തരവാദിത്തം ചുമത്തിയാണ് മഡൂറോയെ പിടിച്ച് വിലങ്ങുവച്ച് ന്യൂയോർക്കിൽ വിചാരണ നേരിടാനായി എത്തിച്ചത്. യുഎസിന്റെ ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യം വെനസ്വേലൻ എണ്ണയാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. എന്നാൽ അങ്ങനെ പെട്ടെന്ന് വെനസ്വേലൻ എണ്ണ സ്വന്തമാക്കാൻ സാധിക്കില്ല. ആക്കിയാൽ തന്നെ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല. എന്നിട്ട് വെനസ്വേലയുടെ എണ്ണ ഉൽപാദനം ആഗോള ഉൽപാദനത്തിന്റെ വെറും 1% മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ കുറവുമാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. വെനസ്വേലയിൽ 300 ബില്യൺ ബാരലധികം എണ്ണ ശേഖരം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശേഖരമാണ്. 2010കളുടെ തുടക്കത്തിൽ പ്രതിദിനം 20 ലക്ഷം ബാരലധികം എണ്ണ ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് ഉൽപാദനം ഏകദേശം 10 ലക്ഷം ബാരൽ മാത്രമാണ്. എണ്ണപ്പാടങ്ങളുടെ അറ്റകുറ്റപ്പണികളുടെ അഭാവം, നിരന്തരമായ വൈദ്യുതി തടസ്സം, ഉപകരണങ്ങളുടെ മോഷണം എന്നിവയാണ് ഉൽപാദനത്തെ സാരമായി ബാധിച്ചത്. വെനസ്വേലയിലെ എണ്ണ എക്സ്ട്രാ ഹെവി ആയതിനാൽ ഇത് ശുദ്ധീകരിക്കുന്നത് ചെലവേറിയതും മലിനീകരണം ഉണ്ടാക്കുന്നതുമാണ്. ഇത്തരത്തിലുള്ള എണ്ണ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നതിന് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വെനസ്വേലയിലില്ല. യുഎസ് ഉപരോധങ്ങളെ തുടർന്ന് മുമ്പ് രാജ്യത്തുണ്ടായിരുന്ന വിദേശ കമ്പനികളെല്ലാം തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. നിലവിൽ വെനസ്വേലയിൽ തുടരുന്ന ഏക പ്രധാന പാശ്ചാത്യ കമ്പനി ഷെവ്രോൺ ആണ്. രാജ്യത്തെ എണ്ണ ഉൽപാദനത്തിന്റെ 1/4 ഈ കമ്പനിയാണ് നിർവഹിക്കുന്നത്. പഴയ പ്രതാപത്തിലേക്ക് വെനസ്വേലയ്ക്ക് തിരികെ വരണമെന്നുണ്ടെങ്കിൽ അതിന് ഭീമമായ നിക്ഷേപം വേണ്ടിവരും. പ്രതിദിനം 5 ലക്ഷം ബാരലിന്റെ വർധനവ് വരുത്താൻ മാത്രം ഏകദേശം $10 ബില്യൺ, അതായത് ഏകദേശം 84,000 കോടി രൂപ ചെലവ് വരുമെന്നും ഇതിന് 2 വർഷമെങ്കിലും സമയമെടുക്കുമെന്നും എനർജി എക്സ്പെർട്സ് എന്ന ഗവേഷണ സ്ഥാപനം വ്യക്തമാക്കുന്നു. വൻതോതിലുള്ള ഉൽപാദന വർധനവിന് 10,000 കോടി ഡോളറിന്റെ നിക്ഷേപം ആവശ്യമായി വരും. ഇതിന് സാധിക്കുന്ന തരത്തിലല്ല വെനസ്വേലയുടെ സാമ്പത്തിക സ്ഥിതി. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരം കൈവശമുണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ മൂലധനമോ സാങ്കേതിക സൗകര്യങ്ങളോ ആ രാജ്യത്തിനില്ല. എന്നാൽ വെനസ്വേലയിലെ എണ്ണശേഖരത്തിലാണ് യുഎസിന്റെ കണ്ണ്. തകർന്നടിഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയാക്കാൻ വലിയ അമേരിക്കൻ കമ്പനികൾക്ക് സാധിക്കുമെന്നും അതിലൂടെ രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കാമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതും ഇതേ ഉദ്ദേശം മനസ്സിൽ വെച്ചാണ്. നിലവിലെ സാഹചര്യങ്ങൾ അനുകൂലമാണെന്നാണ് യുഎസ് കണക്കാക്കുന്നത്. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ടു പോയതിലൂടെ വെനസ്വേലയ്ക്കെതിരെ സമ്മർദ്ദം ശക്തമാക്കാൻ യുഎസിന് സാധിക്കും. അതിലൂടെ രാജ്യത്തെ എണ്ണ നിക്ഷേപത്തിലേക്ക് കടന്നു കയറാനാണ് ട്രംപിന്റെ പദ്ധതി. മുൻ വിദേശകാര്യമന്ത്രി ഡെൽസിക് ആണ് പെട്രോളിയം വകുപ്പിന്റെയും ചുമതല. ഇതിൽ നിന്ന് തന്നെ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം അവിടുത്തെ എണ്ണ സമ്പത്താണെന്ന് വ്യക്തം. ലോകത്തിലെ എണ്ണ ശേഖരത്തിന്റെ 18% വെനസ്വേലയിലാണ്. അമേരിക്ക ആസ്ഥാനമായുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ വഴി ഈ എണ്ണ കുഴിച്ചെടുത്ത് ലോകമെമ്പാടും തങ്ങളുടെ ഇഷ്ടക്കാരായ രാജ്യങ്ങൾക്ക് വിറ്റ് ശതകോടികൾ ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ട്രംപിന്റേതെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ചൈനയുടെയും റഷ്യയുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനം തടയാനുള്ള ഭീഷണി കൂടിയാണ് ഈ അധിനിവേശം. ഉപരോധങ്ങൾ നീക്കുന്നതിലൂടെ ട്രംപ് ഭരണകൂടത്തിന് ഹ്രസ്വകാലത്തേക്ക് വിതരണം വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിലും വെനസ്വേലയുടെ ഉൽപാദനം ഏറ്റവും കൂടിയ ലെവലിനടുത്ത് ഉള്ളതിലാണ് പുനഃസ്ഥാപിക്കാൻ വലിയ നിക്ഷേപം ആവശ്യമായി വരുമെന്നും ഇതിന് വർഷങ്ങളെടുക്കുമെന്നും ഊർജ്ജ വിശകലന വിദഗ്ധർ പറയുന്നു. വെനസ്വേലയുടെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ മോശം അവസ്ഥയിലാണെന്ന് വാഷിംഗ്ടൺ സർവകലാശാലയിലെ ആഗോള ഊർജ്ജ വിദഗ്ധനായ സ്കോട്ട് മോൺഗോമറി പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഉപകരണങ്ങളുടെയും എണ്ണപ്പാട കിണറുകളുടെയും അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലം വെനസ്വേലയുടെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ മൊത്തത്തിൽ മോശം അവസ്ഥയിലാണ്. ഒപ്പം വെനസ്വേലയ്ക്കും അതിന്റെ എണ്ണ ശേഖരത്തിനും വേണ്ടിയുള്ള യുഎസിന്റെ പദ്ധതികളെക്കുറിച്ച് ട്രംപ് ഭരണകൂടം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പുറത്തുവിടുന്നത്. യുഎസ് വെനസ്വേലയെ നിയന്ത്രിക്കുമെന്നും രാജ്യത്തിന്റെ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും എണ്ണ ഒഴുക്കി വിടുന്നതിനും കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കാൻ യുഎസ് എണ്ണ കമ്പനികൾ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു. അന്താരാഷ്ട്ര നിയമപ്രകാരം വെനസ്വേലയുടെ എണ്ണ ശേഖരത്തിൽ യുഎസിന് ഉടമസ്ഥാവകാശം അവകാശപ്പെടാനാവില്ല. കാരണം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പ്രകൃതി വിഭവങ്ങളുടെ മേലുള്ള സ്ഥിരമായ പരമാധികാരം തത്വത്തിന് കീഴിൽ അതത് പരമാധികാര രാഷ്ട്രങ്ങൾക്ക് അവയുടെ പ്രകൃതി വിഭവങ്ങൾ നിയന്ത്രിക്കാനും ഉപയോഗിക്കാനും അവകാശമുണ്ട്. എങ്കിലും അധികൃതർ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമ്പോൾ വിദേശ നിക്ഷേപകർക്ക് നഷ്ടപരിഹാരം അവകാശപ്പെടാമെന്നും ഇതിൽ പറയുന്നുണ്ട്.